ഞാൻ ലൂക്കോ പാലമറ്റത്ത്. നമ്മൾ നേരിൽ കാണുന്നത് ആദ്യമായിട്ടാ. സഞ്ജയ് പണിക്കർക്ക് ഒരു അവാർഡ് കിട്ടിയില്ലേ, മികച്ച യങ് ബിസിനസ്മാനുള്ള അവാർഡ്. ടിവിയിലും ന്യൂസ് പേപ്പറിലും ഒക്കെ വാർത്തയുണ്ടായിരുന്നു. അന്ന് ഞാൻ വിളിച്ച അഭിനന്ദനം അറിയിച്ചിരുന്നു. താങ്കളെ പറ്റി കേട്ടിട്ടുണ്ട്. കേൾക്കാതിരിക്കാൻ വഴിയില്ലല്ലോ, ഉള്ളത് പറയാമല്ലോ. ലൂക്കോ ആരെയും അങ്ങോട്ട് ചെന്ന് കാണാറില്ല. ആളായാലും പണമായാലും ലൂക്കോ ഇരിക്കുന്നിടത്തേക്കാണ് വരാറ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം സാർ. വരാം. അതിനു മുമ്പ് ഞാനൊരു പഴയ ക്ലയന്റ് ആണെന്ന് കൂടി അറിയിക്കണ്ടായോ? സിറ്റിയിലെ എന്റെ ബാർ ഹോട്ടൽ 10-30 കൊല്ലം മുമ്പ് പണിതു തന്നത് മംഗലശ്ശേരി ഗ്രൂപ്പാ. അന്ന് നിങ്ങൾ ഇത്രയ്ക്കൊന്നും ആയിട്ടില്ല. പിന്നെ ഈ ചുറ്റുവട്ടത്ത് എത്രയോ വമ്പൻ കെട്ടിടങ്ങൾ വന്നു. എന്നിട്ടെന്താ, അതിപ്പോഴും തലയെടുപ്പോടെ അവിടെ നിൽപ്പുണ്ട്. മുകുന്ദേട്ടനാ അത് ചെയ്തത്. ഞാനൊരു പുതിയ പ്രോജക്റ്റ് കൊടുത്തു വിട്ടിരുന്നു. 30 വർഷത്തിന് ശേഷമാ ലൂക്കോ മംഗലശ്ശേരി ഗ്രൂപ്പിനെ സമീപിക്കുന്നത്. ഞങ്ങളത് സ്റ്റഡി ചെയ്തു സർ. സഞ്ജു എറണാകുളത്ത് പോയപ്പോഴാ പ്രപ്പോസൽ വന്നത്. ഞാനത് സഞ്ജുവിനെ അറിയിക്കുകയും ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട്. സഞ്ജു പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു. 14 വില്ലകളുടെ പ്രോജക്റ്റാ. വില്ല ഒന്നിന് 1 കോടി എസ്റ്റിമേറ്റ്. മംഗലശ്ശേരി ഗ്രൂപ്പ് തന്നെ ഇത് പൂർത്തിയാക്കി തരണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് തന്നതിന് സാറിനോട് നന്ദിയുണ്ട്. ഇത് ഒരു ചെറിയ അഡ്വാൻസ് ആയി കരുതിയാൽ മതി. 1C ചെക്സ് ആണ്. എഗ്രിമെന്റിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന അഡ്വാൻസ് വയ്ക്കാം. 1 വർഷത്തിനുള്ളിൽ പണി കഴിഞ്ഞ് കീ എനിക്ക് തരണം. അത് മാത്രമാണ് എന്റെ ഒരു ഡിമാൻഡ്. എഗ്രിമെന്റ് സമയത്ത് മതി ഈ അഡ്വാൻസ് ഒക്കെ. മാത്രമല്ല, ഞാൻ ഈ ഫയൽ നോക്കിയിട്ടില്ല. ലൂക്കോ വെച്ചത് തിരിച്ചെടുത്ത ശീലമില്ല. പ്രോജക്റ്റ് നന്നായി പഠിച്ചിട്ട് മതി എഗ്രിമെന്റ്. താല്പര്യമില്ലെങ്കിൽ ചെക്ക് തിരികെ വാങ്ങിക്കൊള്ളാം. വിഷയം തീർന്നില്ലേ? ലൂക്കോ ഇറങ്ങുവാണേ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ തന്നെ എനിക്കിത് ചെയ്തു തരണം. മറ്റാരെ ഏൽപ്പിച്ചാലും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലാവില്ല.